അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM-ൽ നിന്ന് നമ്മളോടൊപ്പം പ്രതികരിക്കാൻ ചേരുകയാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, EP ജയരാജൻ അസന്നിഗ്ധമായി നിഷേധിക്കുകയാണ് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ പുറംചട്ട, അതിന്റെ തലക്കെട്ട്, അതിന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണ്ടന്റ്, ഇത് മുഴുവൻ നിഷേധിക്കുകയാണ്. എന്താണ് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നത് എന്നാണ് CPM നോക്കിക്കാണുന്നത്? തെരഞ്ഞെടുപ്പിന്റെ ദിവസം എന്തെങ്കിലുമൊക്കെ വെടിപൊട്ടിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ പഴയ കാര്യത്തിൽ നിന്നേ ഉള്ളതാണ്, ഇടതുപക്ഷത്തിനെതിരായി. അത് നമ്മൾ കണ്ടത് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ DYFIക്കാർ ഒരാളെ തട്ടിക്കൊണ്ടുപോയി കൊന്നുവെന്ന വാർത്തയായിരുന്നു. അവസാനം ആ കൊലക്കേസ് കണ്ടപ്പോൾ, നവീൻ കൊലക്കേസ് കണ്ടപ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് വൈകുന്നേരമാണ് മനസ്സിലായത്. അന്നേരം ഇലക്ഷൻ കഴിഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട സഖാവ് EP ഇപ്പൊ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം എഴുതി തീർന്നിട്ടില്ല. എഴുതി തീരാത്ത പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും വായിച്ചു തരുന്ന വ്യാജങ്ങൾ ക്കാൻ തുടങ്ങിയാൽ എവിടേക്ക് നിൽക്കും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ? നമ്മൾ ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്താണ് പുസ്തകത്തിന്റെ പേര്? പുസ്തകത്തിന്റെ പേര് വെച്ച കരാറുണ്ടോ? കരാർ വിളിച്ച് വെളിവിടുക. ഈ ചർച്ചയ്ക്ക് CPM തയ്യാറാണ്. നിങ്ങളൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഒരു പ്രസാധക സംഘത്തെ ഏൽപ്പിച്ചാൽ കരാറുണ്ടാകും. ഇന്ന പുസ്തകം അതിന്റെ പകർപ്പവകാശം ഏറ്റെടുത്തുകൊണ്ട് കരാറുണ്ടാക്കും. ആ കരാറിന്റെ പകർപ്പ് പുറത്തുവിടാൻ മാധ്യമങ്ങളോട് CPM ആവശ്യപ്പെടുന്നു. അല്ല, ഇത് ഈ കരാർ പുറത്തുവിടേണ്ടത് മാധ്യമങ്ങളല്ലല്ലോ ശ്രീ അനിൽകുമാർ. ഈ പുസ്തകം ഉടൻ പുറത്തു വരുന്നു എന്ന് പറഞ്ഞത് DC ബുക്സ് ആണ്. DC ബുക്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട കണ്ടന്റിന്റെ കാര്യവും പുറത്തു പറയുന്നത്. അവരോട് നിങ്ങൾക്ക് പറയാം, നിങ്ങളൊരു ഒരു പീസായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. പീസായ സാധനം ഇദ്ദേഹം എഴുതുക എന്നറിയാൻ കരാർ വേണം. ആ കരാറിന്റെ പകർപ്പ് പുറത്തുവിട്ടാൽ മതി. അത് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അതുവരെ നിങ്ങൾ ഈ വാർത്ത നിർത്തിവെക്കണം. നിങ്ങൾ ഈ വാർത്ത നിർത്തിവെക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം എന്താണ്? ഇത് ഇലക്ഷൻ ദിവസമാണ്. ഇലക്ഷൻ ദിവസമാണ്. ഈ വാർത്ത നിർത്തിവെക്കണം. അല്ല, ഈ വാർത്ത നിർത്തിവെക്കണമെന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ലോ ശ്രീ അനിൽകുമാർ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രീയ വേദികളിൽ നിന്ന്, പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പാലക്കാട്ടെ സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥി, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ, പാലക്കാട്ടെ BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുന്നു. അങ്ങ് പറയുന്നത് എനിക്ക് വ്യക്തമാവുന്നില്ല, അങ്ങ് കേൾക്കാമോ? ഞാൻ EP ജയരാജൻ പറഞ്ഞു, പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല. മാതൃഭൂമി ബുക്സ് അദ്ദേഹം സമീപിച്ചിട്ടുണ്ട്. നിങ്ങളുമായി ചർച്ചയിലാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങളുമായി ചർച്ചയിലുള്ളൊരു കാര്യം വേറൊരു കൂട്ടരെ EP ജയരാജൻ ഏൽപ്പിച്ചിട്ടില്ല, അദ്ദേഹം വ്യക്തമാക്കി. അതുകൊണ്ട് പുസ്തകത്തിന്റെ ഓതന്റിസിറ്റിക്ക് വ്യക്തമാക്കാൻ കരാർ പുറത്തുവിടണം. ആ കരാറിൽ ഈ ചർച്ചയ്ക്ക് CPM-ന്റെ സംസ്ഥാന സമിതി ഫേസ്ബുക്കിലൊക്കെ ഇത്തരം വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ആവശ്യപ്പെടാറുണ്ടല്ലോ. അപ്പോ അത്തരത്തിൽ ആവശ്യപ്പെടുമോ? CPM ഔദ്യോഗികമായി ആവശ്യപ്പെടുമോ ഈ പ്രസാധക സ്ഥാപനത്തോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ വ്യക്തത വരുത്തണമെന്ന്? നിങ്ങളുടെ വാർത്ത സത്യമാണ്, നിങ്ങളുടെ കയ്യിലുണ്ടാകേണ്ടത് ഞങ്ങളുടെ വാർത്തയല്ല ഇത് DC ബുക്സ് കൊടുത്തിരിക്കുന്ന ഫേസ്ബുക്ക് പേജിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതൊരു വാർത്തയാണ്. ആ വാർത്ത പുറത്തുവിട്ടത് പ്രസാധക സ്ഥാപനമാണ്. ഒരു വാർത്തയല്ല, പുസ്തകമില്ല. പുസ്തകത്തിൽ എനിക്ക് കടുത്ത നിരാശയുണ്ട് അനിൽകുമാർ, അങ്ങ് പറയുന്നത് വ്യക്തമാകുന്നില്ല. വളരെ ചുരുങ്ങിയ ചില ശബ്ദങ്ങൾ മാത്രമാണ് അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാൻ കഴിയുന്നത്. അങ്ങേ വീണ്ടും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നത്.